കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ ഹനുക്ക ആഘോഷങ്ങൾക്ക് നേരെ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചവരുടെ സംഖ്യ 18ആയി ഉയർന്നു. ജൂതമത വിശ്വാസികളെ തെരഞ്ഞു പിടിച്ച് കൊന്ന ആ വെടിവയ്പ്പിന് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങൾ അമേരിക്കയെ പോലെ രാജ്യമാണെന്നും അമേരിക്ക അവരുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയാൽ ആ കൊലയാളികളെ തപ്പി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നവരെ ഇല്ലാതാക്കുമെന്നുമാണ് നാം കരുതുന്നത്. അതേപോലെ തന്നെയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ജൂതന് എതിരെയുള്ള വിരോധം ഒരു ക്യാൻസറായി പടരുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നായാലും ഇതിന്റെ വേരടക്കം, അതായത് ഇനി അവരുടെ ജീനുകൾ പോലും ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. ഇനി ജൂതൻ എന്ന് കേൾക്കുമ്പോൾ, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാകണം. ആ ഒരു തിരിച്ചടിയാണ് തങ്ങൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പ് ഏറ്റവും കൂടുതൽ ഭയം വിതച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള 2 പൗരന്മാരാണ് ഈ വെടിവെപ്പിൽ പങ്കെടുത്ത 2 തീവ്രവാദികൾ. പക്ഷെ ഇവർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിരുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനെ പണ്ട് മുതൽ തന്നെ ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോഴാണ് കുരുന്മേൽ കുരു എന്ന രീതിയിൽ സിഡ്നിയിൽ നിന്ന് നടന്ന ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.